ഒരു അമ്പലത്തിലേക്കൊക്കെ പോകാന്ന് പറയുമ്പോൾ കുറച്ച് സമാധാനം വേണം, സമയം വേണം. ധൃതി പിടിച്ചാൽ നടക്കണ കാര്യമില്ല. മനസ്സറിഞ്ഞു നിന്ന് തൊഴുകയായിരുന്നു. അപ്പോഴാ ഒരുത്തം പിന്നിന്ന് വന്നൊരു തള്ളു. ഏട്ടന്റെ ഒരു കൂട്ടുകാരൻ അവിടെ ഉണ്ടായിരുന്നോണ്ടേ ഞങ്ങൾക്ക് രണ്ടുപേർക്കും നന്നായിട്ട് തൊഴാൻ പറ്റി. കൂട്ടുകാരല്ലേ നമ്മുടെ ആറ്റിങ്ങലത്തെ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ അല്ലേ ബീസാറ്? ബീസാറിനാണെങ്കിൽ അവിടുത്തെ ദേവസ്വം ബോർഡിലെ ഒരു മെമ്പർ ആയിരുന്നു. ആ പുള്ളി അപ്പൊ അവിടെ വന്ന് കണ്ടു എന്നോട് സംസാരിച്ച് കണ്ടായിരുന്നു അമ്മാവൻ. ഒരു കണ്ണാടി വെച്ച ആള്. ഞാൻ അമ്മാവനെ വിളിച്ചിട്ടുണ്ടല്ലോ. പിന്നെ അപ്പുറ സൈഡ് പോയിരുന്നത് ഇത് നിങ്ങളുടെ സൈഡിൽ നിറയെ പെണ്ണുങ്ങളാന്ന്. ഇനി അതിന്റെ ഇടയിൽ വന്ന് തൊഴുകാൻ പറ്റില്ല. എന്തായാലും ഭയങ്കര രസമായിരുന്നല്ലേ. എത്ര പിള്ളേരായിരുന്നു അക്ഷരം എഴുതുന്നത്. നോക്കിക്കൊണ്ടിരിക്കുക കൊച്ചുങ്ങൾ ഇങ്ങനെ എഴുതുന്നതും. കാണേണ്ട കാഴ്ച തന്നെ. ഒരു കാര്യമുണ്ട് അല്ലേ, എല്ലാരും വളരെ 3 വയസ്സാവുന്നവരും കാത്തിരിക്കണം. എന്നിട്ട് മക്കളിങ്ങനെ കൊച്ചു മക്കളിങ്ങനെ ആദ്യമായിട്ട് വലിയ ആൾക്കാരെ കൊണ്ട് തന്നെ എഴുതിപ്പിക്കുന്നത്. എല്ലാവരും അല്ലേ വലിയ പ്രശസ്തരായ ആൾക്കാരല്ലേ ഒന്ന് എഴുതിക്കുന്നതൊക്കെ. അല്ലാതെ അങ്ങനെ വേണം. കാരണം ഭാവിയിലൊക്കെ ഇവരൊക്കെ വലിയ വലിയ ആൾക്കാരാവുമ്പോ ഇവര് ആദ്യാക്ഷരം ചൊല്ലിക്കൊടുക്കുന്ന അനുസരിച്ചിരിക്കും. എനിക്ക് എഴുത്തിന് ഇരുത്താന്ന് പറയുന്നത് കണ്ടു കഴിഞ്ഞാൽ അപ്പ ചിരി വരും. ഇവനെ എഴുത്തിന് ഇരുത്തിയ കഥ അറിയാൾക്ക് അതൊരു രസമാണ്. ഞാനും ചേച്ചി അളിയനും കൂടിയിട്ട് ഇവനെ ചായ എടുക്ക, ഇതൊന്ന് കേക്കട്ടെ. അവൻ അതൊക്കെ പറയും. ഇത് കേട്ടിട്ട് പോയി ഇതുവരെ അവൻ പറഞ്ഞു തന്നിട്ടില്ല. ആ ഷാരടി മാഷാണ് എഴുത്തിനിരുത്തത്. ഒരു 10-65 കുട്ടികളുണ്ട്. ഇത് കേക്കട്ടെ ഇവനെ എഴുത്തിനിരുത്താൻ വേണ്ടിട്ട് ഷാരടി മാഷിന്റെ കൈ കൊടുത്തതും അങ്ങോട്ട് തുടങ്ങി ഭൂമി മലയാളം കുലുങ്ങണ പോലത്തെ കരച്ചില്. കരയണോണ്ട് കുഴപ്പമില്ല, എല്ലാ കൊച്ചുങ്ങളും കരയും. ഷാരടി മാഷ് മടിയിൽ പിടിച്ചിരുത്തിയിട്ട് ആ മോതിരം, ഒരു സ്വർണ്ണ മോതിരായിരുന്നു, അതെടുത്തിട്ട് നാക്ക് നീട്ടാൻ പറഞ്ഞപ്പോ മാഷ മോതിരം അവിടെ വെച്ചിട്ട് ഞങ്ങളൊക്കെ ഒന്ന് നോക്കി കൊച്ചിനിങ്ങോട്ട് പൊക്കിയപ്പോ മാഷിന്റെ മുണ്ടാകെ മൂത്രമൊഴിച്ച് നാശാക്കിയവൻ. അതാണ് അവന്റെ കൊച്ചിനാളിൽ പിന്നെ നമ്മള് ഇനിയിപ്പോ എവിടെ വിളിച്ചു ചോദിക്കണം വീട്ടിൽ എന്താണ് അവസ്ഥ. നീ വലിയ ഡയലോഗ് അടിക്കണ്ടേ. ആ ഉച്ചക്ക് ഊണ് കഴിഞ്ഞിട്ട് അവിടുന്ന് അന്നദാനം കഴിഞ്ഞിട്ട് പോന്നാ മതിയായിരുന്നു. അത് വലിയ നഷ്ടമായി. അതിനങ്ങനെ ഇവിടെ ഒറ്റക്കാലിൽ നിൽക്കില്ലേ, ക്ലീറ്റസ് വന്നില്ല എന്ന് പറഞ്ഞിട്ട്. പക്ഷെ എനിക്ക് വലിയ ആഗ്രഹമായിരുന്നു കേട്ടോ അന്നദാനം ഒന്ന് കഴിച്ചിരുന്നെങ്കിലേ. കാരണം അത് എങ്കിലും നമ്മള് പൂർണ്ണമാവുള്ളൂ. ഒന്നാമത് അവൻ നമ്മുടെ കൂടെ വരാറുന്നല്ലോ. അതെങ്ങനെയാ പിന്നെ ഇപ്പൊ വരാൻ നന്നായി, അല്ലെങ്കിൽ അവിടെ കിടന്ന് ധൃതി വെച്ചാൽ ഇല്ല. അവൻ വന്നെങ്കിൽ അവള് പിന്നെ എത്ര നേരം വേണം നിൽക്കും. ഇതിപ്പോ അവൻ ഇവിടെ എന്താ ചെയ്യാച്ചിട്ടാണ് അവളെ ഒറ്റക്കാലിൽ നിന്നിരുന്നത്. പക്ഷെ ഈ പോയ നേരം കൊണ്ടാണ് എന്തോ സംഭവിച്ചു. പിന്നെ എവിടുന്ന് എന്തോ തൊപ്പിച്ചിട്ട് വന്നിട്ടുണ്ട്. ചക്രൊപ്പിച്ച് എന്റെ മുഖം നാടിയിട്ട് പോയിട്ടില്ലേ. അല്ല അതല്ലേ ഓന്ത് നിറം മാറണ പോലല്ലേ നിറം മാറണ. 10 പൈസ കയ്യിലില്ലാത്തപ്പോ അളിയാ ഒരു 2000 തരും, മാമ ഒരു 500 തരും. എന്താ മുഖം കണ്ടു കഴിഞ്ഞ് എടുത്ത് കൊടുക്കാൻ തോന്നുന്നു. എവിടുന്ന 10 പൈസ കിട്ടിയപ്പോ വന്ന് നിന്നിട്ട് നെഗളിക്കല് കണ്ടില്ലേ. എത്ര വേണ്ട, എന്താ വേണ്ട, എന്ത് മനുഷ്യനവൻ. അത് നമ്മൾ കാര്യമാക്കണം. നമ്മളെ ആവശ്യം എന്താണ്? അവള് വിഷമിക്കരുത്, അവളെ കണ്ണു നിറയരുത്, അവളും കൊച്ചും. അത് മാത്രമേ നമ്മുടെ ചിന്തയിലുള്ളൂ. എന്റെ പഠനയ്ക്ക് ആദ്യം അടിക്കണ്ട്. അവനെ കാണുമ്പോ എന്തെങ്കിലും പറഞ്ഞാൽ ചാടി കളിക്കുക. ഇവിടെ വന്നു കഴിഞ്ഞാൽ അയ്യോ അളിയനൊന്നും ചെയ്യാൻ പാടില്ല, നീയാണ് ഈ വളം വെച്ച് കൊടുക്കണത്. നമ്മളല്ലേ ഉള്ളു. ഇത് മൃഗങ്ങളുടെ സ്നേഹമെങ്കിലും കാണിക്കണ്ടേ. വല്ല നായക്ക് വരുമ്പോ വിശന്ന് വരുമ്പോ എന്തെങ്കിലും 2 കഷ്ണം ഭക്ഷണം ഇട്ട് കൊടുത്താൽ അത് വാലാട്ടി ഇങ്ങനെ ഏത് കാലം നടക്കും. ഇതങ്ങനെ വേറെ എവിടെന്നെങ്കിലും ഒരു ഇറച്ചി കഷ്ണം കൈ കിട്ടി കഴിഞ്ഞാൽ കൊടുത്ത കൈക്ക് കടിക്കും. അവൻ കേക്കണ്ട, അവൻ കേട്ടാ അമ്മവനെ ഇപ്പൊ എടുത്ത് കൊടുക്കുന്നത്. ബെല്ലടിക്കണ്ടല്ലോ ഫോണ്. എവിടെന്ന് കുറച്ച് പൈസ കിട്ടി. എവിടെ നിന്നാണെന്ന് പറയാം. കോൾ അടിച്ചിട്ടുണ്ട്, പക്ഷെ കോള് കുരിശാപായിരുന്നു. അതെനിക്ക് ഒരു കാര്യം ഉറപ്പാ, എവിടെന്നെങ്കിലും കാശ് കിട്ടാണ്ടെങ്കിൽ പിന്നെ എന്ത് പരിപാടിക്ക് അവനെ നോക്കണ്ട. ഹലോ, പ്രസിഡന്റാ എവിടെ? പുതുക്കരില്ല ഉണ്ടോ? AMC-ലോ? അല്ല എനിക്ക് വരാൻ പറ്റില്ല, ഞാനിന്ന് അമ്പലത്തിൽ പോയിരുന്നു. ഓ അവിടെ ഉണ്ടായിരുന്നല്ലേ. അല്ലല്ല ഞാൻ എല്ലാവരുമായിട്ട് ഒന്ന് അങ്ങോട്ട് പോയതാ. അത് ശരി. ശരി, ഞാൻ വിളിക്കാം. എന്താടാ? അപ്പൊ അതാണ് കാര്യം. എന്താണ്? വാ ഒന്നേ ഒരു കാര്യം ചോദിക്കട്ടെ. ക്ലീറ്റോ, ക്ലീറ്റോ, പൈസ വേണമായിരിക്കും അല്ലേ? ഇതാണ് മലയാളത്തിൽ ഞാൻ പറഞ്ഞത്. നീ ഇരുന്ന് ആലോചിച്ച് വരുമ്പോൾ നിനക്ക് പൈസയുടെ കണക്ക് വരുമെന്ന് എനിക്കറിയാം. ഞാൻ എടുത്തു തരാം. നിക്കേ, ഇന്ന് പകൽ എവിടെയായിരുന്നു? അതിൽ ഞാൻ എൻ്റെ പല ആവശ്യങ്ങൾക്കായിട്ട് പോയിരുന്നു. എവിടെ പോയെന്ന് പറയാ. ഇടേ, ഞാൻ എവിടെ പോയാലും നിന്നെ ബാധിക്കുന്ന പ്രശ്നമൊന്നുമില്ലല്ലോ. എന്നെ ബാധിക്കില്ല, പക്ഷെ ഒരു സമൂഹത്തെ മുഴുവൻ ബാധിക്കുന്ന ഒരു പ്രശ്നം ഞാൻ ചെയ്തിട്ടുണ്ട്. എന്തോന്നു? നീ ഇന്ന് പുതുക്കരി പോയിരുന്നോ? പുതുക്കരി AMC-ല്. പുതുക്കരി ഞാൻ പോയിരുന്നു. എന്ത് ക്ലബിൽ പോയിരുന്നവൻ കുട്ടികളെ എഴുത്തിനെടുത്താനായിട്ട്. അയ്യോ, ഇവനെഴുത്തിനിരുത്തേ?
എന്റെ ദൈവമേ, ആ പിള്ളേരുടെ ഗതി എന്താവും? ഇത് എന്തൊന്നും ഒന്നും ആവില്ല. ഞാൻ കർത്താവിനെ പ്രാർത്ഥിച്ചുകൊണ്ട് തന്നെ ആ പിള്ളേരുടെ നാവില് ഹരിശ്രീ എഴുതിയത്. എടാ ഈ കൊച്ചുങ്ങളെ എഴുത്തിനിരുത്തുക എന്ന് പറഞ്ഞാൽ അത് അറിവും വിവരമുള്ള സാംസ്കാരിക നായകന്മാരാണ് ചെയ്യാ. ഈ ഒരു ബോധമില്ലാത്ത നീ അതൊക്കെ എഴുതിയ കുട്ടികൾ എന്താ ചെയ്യാ? അമ്മാവാ, ഇപ്പൊ എവിടെ ഇരിക്കുന്ന സാംസ്കാരിക നായകന്മാര്? ഉള്ളതൊക്കെ പോയി. ഇനി ആകെപ്പാടെ 2-3 ഉണ്ട്. അവർക്കൊക്കെ തിരക്കോട് തിരക്ക്. അത് കഴിഞ്ഞാൽ പിന്നെ യോഗ്യതയുള്ളത് എന്നെ പോലുള്ളവരാ. അപ്പൊ അവര് വിളിച്ചു, ഞാൻ കുട്ടികളെ എഴുതിച്ചു, അത്രേ ഉള്ളൂ. എടാ ആദ്യം നിന്റെ തലവര എഴുത്ത് നന്നാവണ്ടേ? അതില്ലാത്ത നീ കുട്ടികളെ എഴുതിയിട്ട് എന്താ കാര്യം? അതെ അതെ അതെ, ഇത് ഞാൻ ആദ്യമായിട്ടല്ല കുട്ടികളെ എഴുതിക്കുന്നത്. കഴിഞ്ഞ വർഷവും ഞാൻ എഴുതി. പിന്നെ അല്ലാണ്ട് പിന്നെ ഞാൻ ഇവിടെ നിന്ന് പറയാത്ത എന്താ അറിയാമോ? നിങ്ങൾക്ക് പുച്ഛവും നിങ്ങൾക്ക് പരിഹാസവും ഒക്കെ ആയിരിക്കും. അതുകൊണ്ട് തന്നെ ഞാൻ മനഃപൂർവ്വം പറയാത്തെ. അളിയ തക്ലിക്ക് നമ്മൾ ആരെ കൊണ്ടായിരുന്നു ആദ്യക്ഷനെ കുറിപ്പിച്ചത്? അത് നമ്മുടെ MLA വിളിച്ചു പറഞ്ഞു സുഗതകുമാരി ടീച്ചറിനെ കൊണ്ട് എഴുതിച്ചേ. എന്താ കാര്യം? എന്താ കാര്യമൊന്ന് അളിയ, ടീച്ചറൊക്കെ ആരാ? വലിയ ആളുകളാ. അപ്പൊ സ്വന്തം മോക്ക് എഴുത്തിനായിട്ട് വലിയ വലിയ ആൾക്കാർ വേണം. പാവപ്പെട്ടമാർ അല്ലെങ്കിൽ സാധാരണക്കാരുടെ ആൾക്കാർക്ക് എഴുതിനായിട്ട് ഇവനെ പോലുള്ളവന്മാര്. അളിയ, ഇപ്പൊ ഈ പിള്ളേരെ ഞങ്ങളെ പോലുള്ള രാഷ്ട്രീയക്കാരെ കൊണ്ട് എഴുതിക്കുന്നത് ഫാഷനല്ലേ? എടാ ഈ രാഷ്ട്രീയക്കാരെന്ന് പറഞ്ഞ സ്കൂളിന്റെ പടി കയറാത്തവനും രാഷ്ട്രീയക്കാരനാവാം. അല്ലെ മലയാളത്തിൽ എത്ര അക്ഷരം ഉണ്ട് അളിയാ? അതെ, ഈ ഹരിശ്രീ ഗണപതായ നമോ എന്ന് എഴുതാനേ. അയ്യോ, നമോ അല്ലളിയാ, നമ. അത് തന്നെ, അത് എഴുതാനായിട്ട് മലയാളം BA പഠിക്കേണ്ട കാര്യമൊന്നുമില്ല. എന്റെ പൊന്നളിയ, നിങ്ങൾ കക്കയെ മോഷ്ടിക്കയെ പിടിച്ചു പറിക്കയെ എന്ത് വേണോ ചെയ്തോ. പക്ഷെ പുതിയ തലമുറ, അതിലാണ് ഞങ്ങൾക്ക് ഒരു പ്രതീക്ഷയുള്ളത്. അവരുടെ ഭാവിയിൽ നിങ്ങൾ രാഷ്ട്രീയക്കാരിങ്ങനെ കളിക്കല്ലേ, ഒരു അപേക്ഷയാണ്.